സോഷ്യൽ മീഡിയയിൽ കൃത്യമായ നിലപാട് പറയുന്ന യൂത്ത് ലീഗിലെ വേറിട്ട ശബ്ദമാണ് ഫാത്തിമ തഹ്ലിയ. ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരിപ്പോൾ കുറ്റിച്ചിറ ഡിവിഷനിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? വളരെ ഗംഭീരമായിട്ട് പോകുന്നു. ഇപ്പോൾ വീടുകൾ കയറിയാണ്, ഹൗസ് ക്യാമ്പയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായിട്ട് ആളുകളെ മാക്സിമം കാണാനുള്ള ശ്രമത്തിലാണ്. CH ഒക്കെ പ്രചാരണം തുടങ്ങിയത് അതായത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. എങ്ങനെ ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള പഴയ ആളുകളൊക്കെ അതേക്കുറിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇവരെ പോലെയുള്ള ആളുകൾ CHനെ കുറിച്ച് പറയുമ്പം അവരുടെയൊക്കെ വികാര വായ്പകൾ ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെയുള്ള ആളുകൾ CHന്റെ പാർട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അഭിസംബോധന പോലും ചെയ്യുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ലീഗിലായാലും MSFലായാലും ഒരു ഹരിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ എങ്ങനെയാണ് പിന്തുണ കിട്ടുന്നത്? പാർട്ടി പറഞ്ഞു, അനുസരിച്ചു. ഇവിടെ ഇറങ്ങിയപ്പം ആളുകളുടെ സ്നേഹം യഥാർത്ഥത്തിൽ പാർട്ടി പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ 100% എനിക്ക് എനർജി തരുന്നുണ്ട്. അതിനെ ആ രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ കുറ്റിച്ചിറ ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷം ഒരു 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചിരുന്നു. 1000 വോട്ട് വരെയൊക്കെ കിട്ടിയിരുന്നത് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ തവണ അത് കുറഞ്ഞു പോയി, വളരെ കുറഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ ഭൂരിപക്ഷം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനിലാണുള്ളത്. മാത്രമല്ല, ഇത് കോഴിക്കോട് കോർപ്പറേഷനിലെ ആളുകൾ, അധികാരികൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ഡീലിമിറ്റേഷന് ശേഷം ഈ വാർഡിൽ ഏകദേശം 10,000-ലധികം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ തന്നെ രണ്ടാമത്തെ കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണിത്. മാക്സിമം ആളുകളെ കാണുക, ഞങ്ങൾക്കിത് പോസിബിൾ ആണ് എന്നുള്ളത് കോർപ്പറേഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അശാസ്ത്രീയമായിട്ടുള്ള ഡീലിമിറ്റേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്, കേസ് പെൻഡിങ്ങിലാണ്. ഞങ്ങൾ മാക്സിമം ആളുകളോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഞങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതൊരു ജനപിന്തുണയായിട്ട് ഞങ്ങൾക്ക് വോട്ടുകളായിട്ട് മാറും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഫാത്തിമയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ എന്തു തോന്നി? അതാ ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നെ ചുമതലപ്പെടുത്തിയാൽ അത് 100% ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തക എന്നുള്ള രൂപത്തിൽ എൻ്റെ ഉത്തരവാദിത്തം. അത് ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ, ഈ നാട്ടിലേക്ക് ഇറങ്ങിയപ്പം അത് വളരെ എന്താ പറയുക, എനിക്ക് പോസിബിളാണ്, ഈസിയാണ്. ആളുകൾ ആ രൂപത്തിൽ എന്നെ ഏറ്റെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവേ ഒരു പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ള ഒരു ആക്ഷേപം നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പലവട്ടം നമ്മൾ കണ്ടതുമാണ്. അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. യഥാർത്ഥത്തിൽ ഒരുപാട് നമ്മൾ കാണുന്ന ഒരുപാട് ആളുകൾ വനിതാ സ്ഥാനാർത്ഥികളാണ്. അതിൻ്റെ ഭാഗമാവുന്നപ്പോൾ ഫാത്തിമയും എന്ത് തോന്നുന്നു? എൻ്റെ പാർട്ടി അത്തരത്തിൽ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് എന്നുള്ള നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് ആക്ഷേപങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ്. അങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോഴും അവർ സ്വന്തം അവരുടെ പാർട്ടിയിലേക്ക്, അവരുടെ കേഡറിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലം മുതൽ ഇതിൻ്റെ യൂണിറ്റ് തലം വരെയുള്ള ഭാരവാഹിത്വത്തിൽ കൃത്യമായിട്ടുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? ലോ കോളേജിൽ പഠിക്കുമ്പം, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് ഏകോപിപ്പിക്കാനുള്ള ഒരു ചുമതല ഉണ്ടായിരുന്നു. അന്ന് ഹരിത പോലെയുള്ള സംവിധാനമൊന്നുമില്ല, MSF ആണ്. മാത്രമല്ല, സ്കൂളുകളിൽ രാഷ്ട്രീയം ആ രൂപത്തിൽ നമുക്ക് ഈ കളേഴ്സായിട്ട് അല്ലെങ്കിൽ പാർട്ടി ബേസിസിലൊന്നും ഉണ്ടായിരുന്ന കാലവുമല്ല. പിന്നീട് ലോ കോളേജിൽ വന്നപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്, കോഴിക്കോട് ലോ കോളേജിൽ. അതിനുശേഷം ഞാൻ തൃശ്ശൂർ ലോ കോളേജിൽ ജയിക്കുകയൊക്കെ ഉണ്ടായി. ഇപ്പം ഇങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഒരു വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി എന്ന് തോന്നുന്നുണ്ട്. ഇത് എന്നും എല്ലാ കാലത്തും മരിക്കുവോളം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്? വികസന കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ? ഇപ്പോൾ കുറ്റിച്ചിറയിലൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിപുലീകരിക്കുക, ഒപ്പം തന്നെ കുറച്ചുകൂടെ വികസന പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ ഊന്നൽ നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വോട്ടർമാരോട് സംവദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നുണ്ടാവുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ വികസന പത്രികയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ വികസന പത്രികയ്ക്ക് അതിൻ്റെ ആദ്യത്തെ പേജ് പോലെ വെറും പുറമോടി മാത്രമാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെ ജീവിതവും
ഏറ്റവും ചോദ്യചിഹ്നമാണ്. ഏറ്റവും വലിയ അവർക്ക് അവരോട് പറയുന്ന അവരുടെ അവകാശങ്ങൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കോഴിക്കോട് കോർപ്പറേഷൻ 1/2 നൂറ്റാണ്ട് കാലമായിട്ട് അവർ ഭരിക്കുന്നു. എന്താണ് ഇവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ? 2025 ജീവിക്കുന്ന ഒരു കോഴിക്കോട്ടുകാരി അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരൻ അവർക്ക് ആനുപാതികമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയാൽ ആ രൂപത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒടുവിലായിട്ടുള്ള ആളുകളുടെ കണ്ണീരുകൾ കാണാൻ പറ്റും. ഇപ്പോൾ പാളയം മാർക്കറ്റ് ആണെങ്കിൽ, ഇവിടെ ബീച്ച് നവീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. അത് പുറം ലോകത്തേക്ക് എത്തിക്കുക, ആ ആളുകളുടെ വേദനകൾ കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറ്റിച്ചിറയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സിറ്റിംഗ് കൗൺസിലറാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഇടപെട്ടുകൊണ്ട് ഈ കുറ്റിച്ചിറ എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് വികസന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ഇവിടെ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കപ്പെടുന്ന നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ ആളുകളുടെ പ്രധാന പ്രശ്നം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ വേസ്റ്റ്, ഇവിടെയുള്ള സ്ത്രീകൾ പറയുന്നത് ഒരു ചെരുപ്പ് പൊട്ടിയാൽ ആ ചെരുപ്പുമായിട്ട് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. 2-3 മാസം കഴിഞ്ഞ് ആ ചെരുപ്പ് മാത്രമായിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ അതേപോലെയുള്ള മാലിന്യങ്ങൾ ഇവർ മാറ്റി മാറ്റി വെക്കേണ്ടി വരുന്നു. ഇനി അത് സ്വീകരിക്കാൻ വന്നാൽ തന്നെ തിരിച്ച് വളരെ ആക്ഷേപകരമായിട്ടുള്ള നടപടികളാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഫ്രീ ആയിട്ടൊന്നുമല്ല ഇവിടെ നിന്ന് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. സ്ട്രേ ഡോഗ്സിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. തെരുവ് നായ ശല്യം നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. ഞാൻ ആ സമയത്ത് ഈ കോർപ്പറേഷൻ ഭരണസമിതിയുള്ള കാലത്താണ് കോർപ്പറേഷൻ മേയർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് ചാലപ്പുറം താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വാർഡിൻ്റെ ഏറ്റവും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ സ്ട്രേ ഡോഗ്സിൻ്റെ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഈ നാട്ടിലെ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാൻ പറ്റുന്നില്ല. ഉമ്മമാരൊക്കെ വീടിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് മഴ പെയ്താൽ ഇവിടെയുള്ള ആളുകൾ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കണം. അവരുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിലുള്ള ജീവിത നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.